നിങ്ങളെങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങിയത്? ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ബിസിനസ് നിങ്ങളെങ്ങനെയാണ് തുടങ്ങിയത്? പ്രാക്ടിക്കൽ ബിസിനസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയതിൻ്റെ ഒരു പോർഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? 3 തരത്തിലാണ് സാധാരണ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ 87% ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കോപ്പി മെത്തേഡാണ്. എന്താ കോപ്പി മെത്തേഡ്? നമ്മളുടെ കയ്യിൽ കുറച്ച് പൈസയുണ്ട്, ഒരു 5-6 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3-4 ലക്ഷം രൂപയൊക്കെ കയ്യിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും തൊട്ടപ്പുറത്ത് നമ്മളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു പരിചയത്തിലുള്ള ഒരാൾ ഒരു ചെരുപ്പ് കടയോ ഒരു ജ്യൂസ് കടയോ അല്ലെങ്കിൽ ഒരു ഷവർമയുടെ കടയോ അങ്ങനെ എന്തെങ്കിലും ഒരു കട സ്റ്റാർട്ട് ചെയ്യണം. അവൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 4-5 കസ്റ്റമറും വരുന്നുണ്ട്, ക്യാഷ് ബോക്സിൽ കുറച്ച് പൈസയൊക്കെ വീഴുന്നുണ്ട്. നമ്മളവിടെ ഒരു ദിവസം ഒന്ന് പോയി, രണ്ടാമത്തെ ദിവസം ഒന്ന് പോയി, അല്ലേ, സുഹൃത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിചയക്കാരൻ എന്താ പാട്, അപ്പോൾ അവൻ പറയാം കുഴപ്പമൊന്നുമില്ല, ആയി വരുന്നുണ്ട്, കസ്റ്റമേഴ്സൊക്കെ ആയി റെഡി ആയി വരുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ മനസ്സിൽ അതിങ്ങനെ കിടക്കും, കസ്റ്റമേഴ്സൊക്കെ ആയി വരുന്നുണ്ട്, പണം വരുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ചില സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും വിഷയം വന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനം പിരിച്ചുവിടുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ സ്വയമേവ പിരിഞ്ഞു പോരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലെ റോൾ മോഡൽ അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇത്രയും കാലം ചെയ്തിരുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിന് അതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ അവനറിയാം. ചില കാര്യങ്ങളൊഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവനറിയാം. എങ്ങനെ സക്സസ് ആകാം എന്നുള്ള കാര്യം മാത്രമേ ചിലപ്പോൾ അറിയാവുള്ളൂ. ബാക്കിയെല്ലാം അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനം, അതിൻ്റെ ഓപ്പറേഷൻസ് അറിയാം, അതിൻ്റെ മാർക്കറ്റിംഗ് ശൈലി അറിയാം, എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം. ഓക്കെ, അവന് ഏകദേശം ഒരു കണക്കൂട്ടലുണ്ടായിരിക്കും. ഈ നേരത്തെ ഞാൻ പറഞ്ഞ ജ്യൂസ് കടയ്ക്കാണെങ്കിലും ഷവർമ കടയ്ക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ ഏകദേശം ഒരു കണക്കൂട്ടൽ വരും. അവനവൻ്റെ വേറൊരു കൂട്ടുകാരൻ്റെ അടുത്ത് പോകും, നമുക്കിങ്ങനെ ഒന്ന് തുടങ്ങിയാൽ ഏകദേശം എന്ത് വരും എന്നൊരു ചോദ്യം വരും. ഓക്കെ, എന്താ പറയുക, ഫർണിച്ചറെല്ലാം കൂടി ഇത്ര രൂപ, അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ ഇത്ര രൂപ, അതിൻ്റെ മെഷീനറി വാങ്ങാൻ ഏകദേശം ഇത്ര രൂപ, അങ്ങനെയുള്ള ഒരു ചെറിയൊരു ബഡ്ജറ്റൊക്കെ ഇടും. ഒരു 3-4 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇടും, ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇടും. ഹാപ്പിയായി, കാരണം നമ്മളുടെ പോക്കറ്റിലുണ്ടാ പൈസ. അത് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പൈസ, അല്ലേ? ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് പോകുന്നു, അതിന് വേണ്ട ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഓർഡർ എടുക്കുന്നു, ഓർഡർ കൊടുക്കുന്നു. ഏറ്റവും അടുത്തുള്ള ഒരു ശുഭമുഹൂർത്തത്തിൽ നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിനെയാണ് കോപ്പി ബിസിനസ് എന്ന് പറയുന്നത്. അപ്പുറത്ത് എന്ത് ചെയ്യുന്നു അത് കോപ്പി അടിച്ച് ഇപ്പുറത്ത് ചെയ്യുന്നതിനെയാണ് കോപ്പി ബിസിനസ് എന്ന് പറയുന്നത്. 87% ആൾക്കാരും ചെയ്യുന്ന ബിസിനസ്. മനസ്സിലായോ? ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കുറച്ചു കാലം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി, കുറച്ചു കാലം പരിചയക്കാരും കുടുംബക്കാരും റിലേറ്റീവ്സും ആ റിലേറ്റീവ്സിൻ്റെ പരിചയക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എത്തും. അപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഒരു മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 1.5 മാസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒഴുക്ക് നിൽക്കും. പുതിയ കട എന്നുള്ളത് മാറി പഴയ കടയായിട്ടുണ്ടാവും. പുതിയ കട അപ്പുറത്ത് വേറെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടേക്കുള്ള ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളുടെ ഒഴുക്ക് മെല്ലെ മെല്ലെ നിൽക്കും. ചിലവ് താങ്ങാൻ വയ്യാതെ നമ്മൾ കിടന്ന് ഭാര്യയുടെ കെട്ടുതാലി വരെ വെച്ചിട്ട് നോക്കും, നടക്കുന്നില്ല. കുറച്ചും കൂടെ ഉന്തി നോക്കും, ഉന്തി അവസാനം പോയിട്ട് പടുകുഴിയിൽ വീഴുകയും ചെയ്യും, അല്ലേ? ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ഏകദേശം 85-90% സ്ഥാപനങ്ങളുടെയും, ഇങ്ങനെ തുടങ്ങുന്ന സ്ഥാപനങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. ഇതിൽ നിന്ന് ഒരു കാര്യവും വേറൊരാൾ പഠിക്കില്ല. അവനും നാളെ ഇതേമാതിരി വേറൊന്ന് തുടങ്ങും, അവനും ഇതേമാതിരി പോയി വീഴും. ഓക്കെ, ഇതാണ് കോപ്പി ബിസിനസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബിസിനസ് മോഡിഫൈഡ് ബിസിനസ്. ഇതും കോപ്പി തന്നെയാണ്, പക്ഷേ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അപ്പുറത്തെ ഒരുത്തൻ, നമ്മളിങ്ങനെ പോകുമ്പോഴത്തേന് ഒരുത്തനുണ്ട് ഒരു കരിമ്പിൻ ജ്യൂസ്, നമ്മുടെ വഴിയിലൊക്കെ വിൽക്കുന്നുണ്ടല്ലോ കരിമ്പിൻ ജ്യൂസ് കാണും.
അത് 25 രൂപ അല്ലെങ്കിൽ 20 രൂപ 25 രൂപയായിരിക്കും ആ കരിമ്പിൻ ജ്യൂസിൻ്റെ വില. നമ്മൾ അവൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഓർഡർ ചെയ്യുന്നു, കരിമ്പ് ജ്യൂസ് ഓർഡർ ചെയ്യുന്നു. ഓക്കെ, അവനതെന്ത് ചെയ്യുന്നു, ഒരു പഴയ പാത്രത്തിൽ കുറച്ച് ഐസ് ഇട്ടിട്ടുണ്ടായിരിക്കും, അതിനകത്തോട്ട് കരിമ്പിൻ ജ്യൂസ് ഇങ്ങോട്ട് തരും. അതിനകത്ത് ഒരു ഈച്ച വന്നിട്ടിരുന്ന് മുട്ടയൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരിക്കും. അവന് അതിനകത്തോട്ട് കരിമ്പിൻ ജ്യൂസ് ഒഴിച്ചിട്ട് ഒരു കറക്കലുണ്ട്. ഈ കറക്കിയ എല്ലാ സത്തും അതിനകത്തോട്ട് ആക്കിയിട്ട് ഒരു ജഗ്ഗിനകത്തോട്ട് ഒഴിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച്, ചിലപ്പോൾ സ്ട്രോ ഉണ്ടായിരിക്കും, ചിലപ്പോൾ മിക്കവാറും സ്ട്രോ ഉണ്ടാവില്ല. അങ്ങനെ ആ ജ്യൂസ് നമുക്ക് ഇങ്ങോട്ട് തരുന്നു. നമ്മളത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് അതങ്ങോട്ട് കുടിക്കുന്നു. 25 രൂപ കൊടുക്കുന്നു. ഈ 25 രൂപ കൊടുക്കുമ്പം മനസ്സിലൊരു കണക്ക് പോവും, ഒരു 100 ആൾക്കാർ ഇത് കുടിച്ചാൽ 2500 രൂപ അല്ലേ? ഈ ഒരു കണക്ക് കൂട്ടൽ വരുന്നു. ഇതിനെ ഇപ്പം ഇവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇരിക്കാനുള്ളൊരു സെറ്റപ്പും കൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒരു വാല്യൂ ആഡഡ് ആയിട്ട് നമുക്കിതൊന്ന് കൊടുത്താൽ കുറച്ചും കൂടെ ആൾ കയറും. ഇതായിരിക്കും നമ്മളുടെ ചിന്ത. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, അപ്പുറത്ത് പോകുന്നു, ഒരു കരിമ്പും സാധനം എന്താണ് ആ മെഷീനൊന്ന് വാങ്ങുന്നു, കൊണ്ടുവന്നിടുന്നു. ഒരു 2-3 കസേര, ഒരു ചെറിയ ടേബിൾ, ഒരു 2-3 കസേരയും കാര്യങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്നിടുന്നു. അവന് 25 വാങ്ങുന്നു, നമ്മൾ 30 വാങ്ങുന്നു. ഒക്കെ നമ്മൾ ചിലപ്പോൾ 25 തന്നെ വാങ്ങും, ചിലപ്പോൾ 30 വാങ്ങും. ഇങ്ങനെ ഇടുന്നു, കുഴപ്പമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പോകുന്നു. ഇതാണ് കോപ്പി മോഡിഫൈഡ്. ഇനി വേറൊരുത്തനോ, അവനിത് വന്ന് കാണുന്നു, അവന് കുറച്ചും കൂടെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവനാവും. അവൻ വന്ന് കണ്ടു, അവനും ഇതേമാതിരി ഒരു കരിമ്പിൻ ജ്യൂസിൻ്റെ മെഷീൻ വാങ്ങുന്നു. പക്ഷെ അത് കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു പ്ലേസ് ഹൈജീനിക്കായിട്ട് വളരെ മറച്ചിട്ടൊരു ടേബിളും കാര്യങ്ങളൊക്കെ വന്നു, ഒരു പ്ലാസ്റ്റിക് ഇത് കൂടെ ഉണ്ടാക്കാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മറച്ചു, പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ചിട്ട്. എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ട് ഒരുവിധം ഒരു ശതമാനം കസ്റ്റമർ അങ്ങോട്ട് പോകും. അവിടെ ചിലപ്പോൾ ഒരു 40 രൂപയായിരിക്കും വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇരിക്കാനൊരു ചെറിയൊരു സോഫ, കുറച്ചൊന്ന് ചാരി ഇരിക്കാൻ നല്ല ഇരിപ്പിടമൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ വാല്യൂ ആഡഡ് ആണ് വരുന്നത്. ഈ വാല്യൂ ആഡഡ് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. കോപ്പീഡ് ബിസിനസ് അത് ബെറ്റർ ചെയ്ത് വാല്യൂ ആഡ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, മോഡിഫൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ അവന് കുറച്ചും കൂടെ ഒന്ന് ഏൺ ചെയ്യും. അപ്പോൾ അവൻ കുറച്ചും കൂടെ വാല്യൂ ആഡ് ചെയ്യുന്നതുകൊണ്ട് അവൻ്റെ ചാർജ് കുറച്ചും കൂടെ കൂടും. ഇനി വേറൊരുത്തൻ എന്ത് ചെയ്യുന്നു, അവൻ ഒരു സെപ്പറേറ്റ് റൂമൊക്കെ എടുക്കുന്നു, ഈ മെഷീനൊക്കെ അകത്തേക്ക് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ മെഷീൻ അകത്തേക്ക് സെറ്റ് ചെയ്യുന്നു. ഈ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇരിക്കാൻ ഉള്ള ഒരു അറേഞ്ച്മെൻറ്റ് പാർട്ടീഷൻ ചെയ്ത് തന്നെ റെഡിയാക്കിയെടുക്കുന്നു. ഒരു സെമി ഹോട്ടൽ മാതിരി ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു. മുകളിലും താഴെയായിട്ടൊക്കെ ആൾക്കാർ ഇരിക്കാനുള്ള കുറച്ച് നല്ല റെഡിയായിട്ടിരിക്കാനുള്ളതും ഒരു പ്രൈവസി കിട്ടുന്നതുമായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കുന്നു. പുറത്ത് കരിമ്പിൻ ജ്യൂസിൻ്റെ ആ ഒരു വലിയ ഒരു പിക്ചർ, ജ്യൂസിൻ്റെ മെഷീൻ എടുത്ത് മാറ്റിയിട്ടുണ്ടാവും, അതിൻ്റെ പകരം ഒരു മെഷീനൊക്കെ എടുത്തിട്ട് കരിമ്പിൻ ജ്യൂസ് എന്നൊക്കെ ഉള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ എഴുതി വെക്കുന്നു. നല്ലൊരു എന്താ പറയുക, സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ബോർഡും. ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ കൂട്ടത്തിൽ അവർ വേറെ എന്തെങ്കിലും ഒരു ആഡ് ചെയ്ത് ഫ്ലേവറുകൾ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ല ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. ഈ ജ്യൂസ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനുള്ള സ്നാക്സ് ഓക്കെ അത് ആഡ് ചെയ്യുന്നു. കൊണ്ടുതരുന്നവൻ നല്ല വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല എന്താ പറയുക, അവൻ്റെ കടയുടെ ആ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു യൂണിഫോം സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നു. അവൻ വൃത്തിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് ചിരിച്ച് നമ്മളുടെ അടുത്തുനിന്ന് ഓർഡർ എടുത്ത് പോകുന്നു. അവന് ഈ 2 തരത്തിലുള്ള പ്രൊഡക്റ്റ്, ഒരേ സാധനത്തിൻ്റെ കൂടെ ഒരു ഐസ്ക്രീമും കൂടെ കയറ്റിയിട്ട് അവൻ അതിനെ ഒരു പ്രീമിയം പ്രൊഡക്റ്റാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് നമ്മളോട് പറയുന്നു. അപ്പം ഈ പ്രീമിയം പ്രൊഡക്റ്റിന് 150 രൂപയും കരിമ്പിൻ ജ്യൂസിൻ്റെ കൂടെ ലേശം ഐസ്ക്രീമും ചേർത്താൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ചേർത്തായിരിക്കും 150 രൂപ. കരിമ്പിൻ ജ്യൂസിന് 60-70 രൂപ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവന് കുറച്ച് സ്നാക്സിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ സ്നാക്സ് ഓർഡർ ചെയ്യുന്നു. എല്ലാം കൂടെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരാൾക്കൊരു 200-250 രൂപ ബില്ലായിട്ടുണ്ടാവും. സോ നന്നായിട്ട് വാല്യൂ ആഡ് ചെയ്യുന്നു, നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഈ 3-4 ടൈപ്പിലേക്കും അതിൻ്റെ കമ്മോഡിറ്റി എന്ന് പറയുന്നത്, സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കരിമ്പിൻ ജ്യൂസാണ്.
പക്ഷേ 4 ആൾക്കാരും 4 തരത്തിലാണ് കസ്റ്റമറിനെ കാണുന്നത്. അതുകൊണ്ട് 4 ആൾക്കാരും 4 തരത്തിലാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. 2 തരത്തിലാണ് സാധാരണയായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അത് ഒന്ന് പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുക, രണ്ടാമത്തത് കളക്ഷൻ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, റവന്യൂ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രോഫിറ്റ് ബേസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിന് എല്ലാ കാലത്തും പിടിച്ചു നിൽക്കും. റവന്യൂ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അന്നത്തെ ഒരു കളക്ഷൻ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നവനാണെങ്കിൽ അവൻ പിടിച്ചു നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇങ്ങനെ 3-4 ടൈപ്പ് ആൾക്കാർ, ഒരേ സാധനം 3-4 ടൈപ്പ് വാല്യൂസുകൾ ആഡ് ചെയ്തിട്ട് അവൻ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബേസിക്കായിട്ട് വിൽക്കുന്നത് ഒരേ സാധനമാണ്. അപ്പം ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിനാണ് എന്ത് ചെയ്യുന്നത്, കോപ്പി മോഡിഫൈഡ് എന്ന ഇതിൽ വരുന്നത്. ഇത് ഏകദേശം 9% ആൾക്കാരും ഇതായിരിക്കും ചെയ്യുന്നത്. മറ്റേത് 87%, കോപ്പി മോഡിഫൈഡ് 9%. ഈ ശതമാനക്കണക്ക് കൃത്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനത് എക്കണോമിക് ടൈംസിൽ വായിച്ച ഒരു അറിവ് വെച്ചിട്ട്, ഒരു ഓർമ്മ വെച്ചിട്ടാണ് ഞാനീ പറയുന്നത്. ടോട്ടല് 87, 9, 96%. ബാക്കി 4% ആൾക്കാർ ആണ് പ്ലാൻഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാനിങ് ഉണ്ടായിരിക്കും. അവൻ കസ്റ്റമറിനെ ലക്ഷ്യം വെക്കും. ഏത് ടൈപ്പ് കസ്റ്റമറിനെ വേണമെന്ന് അവൻ ആദ്യമേ ലക്ഷ്യം വെക്കും. ഏത് പ്രൊഡക്റ്റ് വിൽക്കണം, എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കും. ഇതിനകത്ത് എങ്ങനെ വിൽക്കണം എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ 4 ടൈപ്പ് ആൾക്കാരെക്കുറിച്ച്, ഒരേ പ്രൊഡക്റ്റ് വിൽക്കുന്ന 4 ടൈപ്പ് ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. എങ്ങനെ വിൽക്കണം എന്നുള്ളത് ഓരോ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് വരുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് അവൻ പ്ലാൻ ചെയ്ത് അവൻ ഇന്ന കസ്റ്റമറിനെ മതി എന്നുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. പ്ലാനിങ് 2 തരത്തിലുണ്ട്. ഒന്നാമത്തത് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയും, രണ്ടാമത്തത് റിവേഴ്സ് പ്ലാനിങ് എന്ന് പറയും. ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക. ഓക്കെ, ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ എത്തേണ്ട ഒരു സ്ഥലം ഏകദേശം ഒന്നും നമുക്ക് മനസ്സിലുണ്ടായിരിക്കും, പക്ഷേ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിട്ട് ബിസിനസ് ഗ്രോത്തായി വരുന്നതിനെയാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. റിവേഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തണം എന്ന് ആദ്യമേ തീരുമാനിക്കുന്നു. എവിടെ എത്തണമെന്ന് തീരുമാനിച്ചിട്ട് അവിടുന്ന് റിവേഴ്സായിട്ട് വരിക. ഓക്കെ, അവിടേക്കെത്താൻ എന്ത് ചെയ്യണം, ആ സ്റ്റേജിലേക്ക് എത്താൻ എന്ത് ചെയ്യണം, അപ്പം നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്, എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക. അപ്പോൾ അവിടുന്ന് തുടങ്ങി അടുത്ത സ്റ്റേജ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്, അടുത്ത സ്റ്റേജ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എത്തേണ്ട സ്ഥലം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നതിനാണ് റിവേഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഫലവത്താവുന്നത് റിവേഴ്സ് പ്ലാനിങ് ആണ്. മറ്റേത് ഗ്രോത്ത് വരും, ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നെഗറ്റീവ്നെസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിനുള്ളൊരു സൊല്യൂഷൻ ആ സമയത്ത് കിട്ടിയില്ല എന്ന് വരും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, റിവേഴ്സ് പ്ലാനിങ്ങോട് കൂടിയിട്ടോ അല്ല നമ്മൾ ഫോർവേഡ് പ്ലാനിങ്ങിനോട്ട് അവൻ പ്ലാൻ ചെയ്യുന്നു, പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു, ആ ബിസിനസ് പോകുന്നു. ഓക്കെ, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റിന് വാല്യൂ, ഈ മാർക്കറ്റിൽ എന്ത് വാല്യൂ ആണുള്ളത്, ആ പ്രൊഡക്റ്റിന് എന്ത് ഡിമാൻഡ് ഉണ്ടായിരിക്കും. ഡിമാൻഡ്, പ്രോഫിറ്റ്, ഇത് രണ്ടും ഭയങ്കരമായിട്ട് കൂടിച്ചേർന്ന് നിൽക്കുന്നൊരു സാധനമാണ്, അല്ലെ, ഒരു ടേമാണ്. അതിൻ്റെ ക്ലാസ് ഞാൻ പിന്നെ എടുത്തു തരാം. ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഏത് ടൈപ്പ് യൂസേഴ്സാണ് അതിന് വരാൻ സാധ്യതയുള്ളത്, ഏത് ടൈപ്പ് ഏത് കസ്റ്റമർ അതിന് വരും. ഓക്കെ, ഒരു ഇമോഷണൽ കസ്റ്റമർ അതിന് വരാൻ സാധ്യതയുണ്ടോ, ഒരു എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ വരാൻ സാധ്യതയുണ്ടോ, മറ്റേ 2 കസ്റ്റമറിനെ അവൻ വിടും, ഈ 2 കൂട്ടരെ മാത്രമേ അവൻ എയിം ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കും. അവർക്ക് വേണ്ടിയിട്ടായിരിക്കും അവൻ ടാർഗറ്റ് ചെയ്യുന്നത്.
ഏതെല്ലാം സ്റ്റാഫ് നമ്മളുടെ സ്ഥാപനത്തിൽ വേണം, ഏതെല്ലാം പൊസിഷൻ വേണം, ഏതെല്ലാം സ്റ്റാഫ് വേണം, ഈ വരുന്ന ഓരോ പൊസിഷനും ഏതാണ്, ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ജോബ് പ്രൊഫൈൽ എന്താണ്, ജോബ് ഡെസ്ക്രിപ്ഷൻ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അവൻ ആദ്യമേ പ്ലാൻ ചെയ്യും. എവിടെ ആയിരിക്കണം ഇതിൻ്റെ ഗോഡൗൺ, എവിടെ ആയിരിക്കണം അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്, എവിടെ ആയിരിക്കണം അതിൻ്റെ ഡിസ്പ്ലേ ഓഫീസ്, സെയിൽസ് കൗണ്ടറുകൾ, എല്ലാ സാധനങ്ങളും അവനക്ക് എന്ത് ചെയ്യും, പ്ലാൻ ചെയ്തിരിക്കും. മാർക്കറ്റിങ്ങിൻ്റെ സ്റ്റാഫ്, മാർക്കറ്റിംഗ് ഏത് തരത്തിലാണ് എന്നുള്ളതൊക്കെ ചെയ്തിരിക്കും, പ്ലാൻ ചെയ്തിരിക്കും. പ്രീ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ഉണ്ട് പ്രീ പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ്. അത് എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അവൻ പ്ലാൻ ചെയ്തിരിക്കും. ഇത് ആൾക്കാരുടെ ആങ്സൈറ്റി ഉയർത്തി, ഇതെന്താണ് വരാൻ പോകുന്നത്, എന്ത് പ്രൊഡക്റ്റാണ്, ഏത് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ഹൈഫൈ ആൾക്കാർക്കുള്ളതാണോ സാധാരണക്കാരനുള്ളതാണോ, അങ്ങനെയൊക്കെ വരുന്ന ഒരു ആങ്സൈറ്റി ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രീ സ്റ്റാർട്ടിംഗ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സ്ട്രാറ്റജി വേണം എന്നുള്ളത് അവൻ ആദ്യമേ പ്ലാൻ ചെയ്യുന്നു. അപ്പം ആഫ്റ്റർ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്ട്രാറ്റജി അവൻ ക്രിയേറ്റ് ചെയ്യും, പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അവിടെ അവൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പോയില്ല എന്നുണ്ടെങ്കിൽ ബി, അത് എന്നാന്ന് പറയുന്നത് AB മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, A അല്ലാന്നുണ്ടെങ്കിൽ B. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജികളെല്ലാം മാർക്കറ്റ് ചെയ്യുന്നു. അവൻ്റെ പ്രൊഡക്റ്റ് ആൾക്കാർ തേടി വരുന്ന തരത്തിൽ എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് പ്ലാൻ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഏകദേശം 4% ഉള്ളൂ. ഈ 4%-ൽ 82.5% ബിസിനസ്സുകളും ഹൈ സക്സസ് ആണ്. ഓക്കെ, 82.5%. അപ്പം അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നമ്മളുടെ ബിസിനസ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിൽ ഈ 3 ഏതിലാണ് നമ്മളുടെ ബിസിനസ്, എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ തരത്തിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കണം, രണ്ടാമത്തേലേക്ക് പോകാൻ ചിന്തിക്കണം. രണ്ടാമത്തെ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3-ലേക്ക് പോകാൻ ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. വേറൊരു വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.